ഹലോ ഗൈസ്, അസ്സാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. ഞാനൊരു വ്ളോഗിൽ കാണിച്ചിട്ടുള്ള ആ ഒരു സെയിം റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ജാതിക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ രണ്ടും കൂടെ ഒപ്പം പൊടിച്ചെടുത്തിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കണം എന്നൊന്നുമില്ല. ഞാൻ ജാതിക്ക ഒന്ന് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ ഒപ്പിട്ട് പൊടിച്ചത്. ജാതിക്ക നല്ലോണം പൊടിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡോണറ്റ്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടൂല. ജാതിക്കൻ്റെ ആ ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ലോണം പൊടിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 40 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂടിലിട്ടിട്ട് മെൽറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 7 ഗ്രാമോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം പാലും ബട്ടറുള്ള ഒരു മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവല്ല വേണ്ടത്, കുറച്ചും കൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 1-2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ മൈദയുടെ ഇതിനനുസരിച്ചിട്ട് ആ ഒരു കണക്ക് മാറും. ആദ്യം 1/2 കപ്പ് മാത്രം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ വേണ്ടി വന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ കുറച്ചും കൂടെ ഓയിലും കൂടെ കയ്യിൽ റബ്ബ് ചെയ്തിട്ടാണ് പിന്നെ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ചപ്പാത്തി മാവിൻ്റെ പരുവല്ല എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുക്കുക. നമ്മൾ മാവ് നല്ലപോലെ തന്നെ ആക്കിയിട്ട് കണ്ടോ, നല്ല സോഫ്റ്റാണ് മാവ്. ഇനി ഈ മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുണി ആണെങ്കിലും യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് കവർ ചെയ്താലും മതി. ഇനി ഇത് ഒരു വാം പ്ലേസിൽ, കുറച്ച് ചൂടൊക്കെ ഉള്ള പ്ലേസിൽ ഒരു 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരുന്നവരെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഡോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരു 1/2 ഇഞ്ച് കട്ടിയിൽ പരത്തിയെടുത്താൽ മതി. അധികം കട്ടിയില്ലാതെയും എന്നാലിട്ട് അധികം കട്ടിയിലും ആക്കി കൊടുക്കണ്ട. അങ്ങനെ പരത്തിയെടുത്തിട്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡോണറ്റ് കട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല. സാധാ ഒരു ഗ്ലാസും അതുപോലെ തന്നെ നോസിലിൻ്റെ ബാക്ക് ഭാഗമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടും വെച്ചിട്ട് ഒന്നിങ്ങനെ ഡോണറ്റിൻ്റെ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നത് ബട്ടർ പേപ്പറിലാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ.
ഡോണറ്റ് കട്ട് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള മാവ് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. അധികം നേരം ഇട്ടിട്ട് കുഴക്കൊന്നും വേണ്ട. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുക. അപ്പം ഇത് മാവ് കഴിയുന്ന വരെ ഇതേപോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതാ ഡോണറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് ഡബിൾ സൈസിൽ ഒന്നുകൂടെ അത് പൊങ്ങും. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മീഡിയം ഹീറ്റായിട്ട് അധികം നല്ലോണം എണ്ണ ചൂടാവണമെന്നില്ല, കുറച്ച് ചൂടായാൽ നമുക്ക് ഈ ഡോണറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് പൊരിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടൂല, പുറം നല്ല നല്ലോണം കളറാവും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ അതാ ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആയപ്പോൾ ഞാനിത് കോരി മാറ്റി. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കുക. പിന്നെ പൊരിക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമാണെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ പുറം നല്ലോണം കരിഞ്ഞു പോവും. അപ്പോൾ അതാ എല്ലാം ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടെക്സ്ചറിൽ തന്നെ ഡോണറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഡോണറ്റ്സ് സോഫ്റ്റാണ് എന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പിന്നെ ഞാൻ ഈ ഡോണറ്റ്സൊക്കെ ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കോമ്പൗണ്ട് ഒരു 1/2 കപ്പിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പിൻ്റെ അടുത്ത് നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. പിന്നെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ 1:2 റേഷ്യോയിൽ ചെയ്ത് കൊടുക്കുക. ഹോട്ടായിട്ടുള്ള വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് രണ്ടും നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റിലേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ എസൻസ് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു പിങ്ക് കളറിലുള്ളത്. എന്നിട്ട് അതും കൂടെ ഒരു ഹാഫ് ആയിട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വൈറ്റും പിന്നെ ചോക്ലേറ്റും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ്, പല കളറിലുള്ള സ്പ്രിങ്കിൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളി ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാൻ, മാത്രമല്ല നല്ല സോഫ്റ്റുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.